വിമാനത്താവളങ്ങൾ സാധാരണ നിലയിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ടും എടുത്തു കളയണം. നിലവിലുണ്ടായിരുന്ന ഒരു എയർ ട്രാഫിക്കിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളോട് ചേർന്ന് നേരത്തെ വിമാന സർവീസുകൾ നടന്നിരുന്നു. എന്ന് വെച്ചാൽ ഇറാനെ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും ഗൾഫിന്റെ വ്യോമപാതയായിരുന്നു വിമാനങ്ങൾ പൂർണ്ണമായിട്ടും പല രാജ്യങ്ങളിലേക്കും പോകുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതിലേക്ക് വീണ്ടും വിമാനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വിമാനത്താവളങ്ങൾ പൂർണ്ണമായും തുറന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു പക്ഷേ ഒരു മണിക്കൂറുകളിൽ കൂടുതൽ ആശങ്കയില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമായിരിക്കും ഇത് സംഭവിക്കുക. ഏതായിരുന്നാലും അധികം വൈകില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപിന്റെ ക്യാമ്പിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതിൽ പറയുന്നത് ഖത്തറിലെ US താവളത്തിലേക്ക് അയച്ച മിസൈലുകൾ അവിടെ നേരിട്ട് പതിച്ചിട്ടില്ല എന്നുള്ളൊരു അവകാശവാദം വൈറ്റ് ഹൌസ് ഇപ്പോൾ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു പക്ഷേ കൂടുതൽ കാഷ്വാലിറ്റി ഇല്ലാതെ, കൂടുതൽ അപകടങ്ങളില്ലാതെ ഇത് അവസാനിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതിന് പറ്റിയൊരു സാഹചര്യമാണ് ഇപ്പോഴിത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള US താവളത്തിലേക്ക് ആക്രമണം നടത്തിയെന്ന് പറയാൻ അവർക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിലാകും. അതേസമയം തന്നെ ഖത്തറുമായുള്ള അവരുടെ ബന്ധം വഷളാകാത്ത തരത്തിലാണ് അവരുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഖത്തറിന്റെയും തിരിച്ചുള്ള പ്രസ്താവന ആ ഒരു സ്വഭാവത്തിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പക്ഷേ ഇനി കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക്, ഒരുപക്ഷെ ബഹ്റൈനിലേക്കോ മറ്റോ ആക്രമണം നടന്നില്ല എങ്കിൽ ഈ ഒരു പ്രശ്നം ഒരുപക്ഷെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകാതെ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ ഇറാഖിലോ സിറിയയിലേക്കോ കൂടുതൽ ആക്രമണം നടക്കുകയും വലിയ തരത്തിലുള്ള കാഷ്വാലിറ്റി ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ട്രംപിന്റെ നിലപാട് വളരെ നിർണായകമായിരിക്കും. ട്രംപ് ഈ സംഭവത്തിന് ശേഷം ഇപ്പോൾ ട്വീറ്റ് നടത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഫോർദോയിലും നെതാൻസിലും മറ്റും നടത്തിയ US-ന്റെ ആക്രമണം സംബന്ധിച്ചാണ്. ഇറാൻ നടത്തിയ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് ട്രംപ് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചതാണ് എന്നുള്ളത് അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. US-ന്റെ ഡിഫൻസ് മിനിസ്റ്ററും പ്രതിരോധ സെക്രട്ടറിയും അത് നേരത്തെ ആവർത്തിച്ചതാണ്. അവരുടെ ഒരു റിറ്റാലിയേഷൻ, അവരുടെ ഒരു പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഈ താവളങ്ങളിൽ ഒരുക്കിയിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരുപക്ഷെ അടിക്ക് തിരിച്ചടി എന്നുള്ള സ്വഭാവത്തിലേക്ക് ഇത് എത്തി നിൽക്കുന്നു. ഇനി കൂടുതൽ ഒരു എസ്കലേഷനിലേക്ക് പോയാൽ മാത്രമേ, ഒരുപക്ഷെ കൂടുതൽ ആക്രമണം നടന്നാൽ മാത്രമായിരിക്കും ഒരുപക്ഷെ US ഇടപെടാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു പ്രതികരണം ഈ ഒരു സമയത്തിനകം സാധാരണ രീതിയിൽ വരേണ്ടതാണ്. എന്തായാലും സംഘർഷം ഇനി രൂക്ഷമാകില്ല ഈ രാത്രി എന്ന് തന്നെയാണ് കരുതുന്നത്. അലുദൈദ് സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് പിന്നാലെ വലിയൊരു ആശങ്ക തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രത്യാക്രമണം ഉടൻ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്ന് തന്നെയാണ്. അതിന് അമേരിക്ക താല്പര്യപ്പെടുന്നില്ല എന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും മറ്റ് സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാന്റെ ആക്രമണം ഉണ്ടാകില്ല എന്നും വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും വ്യോമപാതകളൊക്കെ വീണ്ടും സാധാരണ രീതിയിലേക്ക് പോവുകയാണ്. വിമാന സർവീസുകളൊക്കെ പഴയ രീതിയിലേക്ക് തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സർവീസുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുകൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്.